താനും സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളുടെ സീരീസാണ് വരുന്നത്. 10th മെയിൻസ് എക്സാം അടുത്തിരുന്നു. കൂടാതെ മറ്റു പല കേരള PSCയുടെ എക്സാമുകളും ഉണ്ട്. അടുത്തടുത്ത മാസങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊക്കെ വേണ്ടി നമുക്ക് ലാസ്റ്റ് ഗേറ്റ് സർവൻസിൻ്റെ ഈ പരീക്ഷ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 174/2024 വളരെ നല്ല ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. കുറേയധികം കറണ്ട് അഫയേഴ്സും GK ഫാക്ടേഴ്സും ഒക്കെ അടങ്ങിയ ക്വസ്റ്റ്യൻസാണിത്. നോക്കാം. ഫസ്റ്റ് വൺ, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. നെക്സ്റ്റ് വൺ, ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച ആദ്യത്തെ സമരം ഏതാണ്? ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച ആദ്യത്തെ സമരം ഏതായിരുന്നു? ആൻസർ ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച ആദ്യത്തെ സമരം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. നെക്സ്റ്റ് വൺ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ആൻസർ എന്താണ്? റൗലറ്റ് ആക്ട്, റൗലറ്റ് നിയമം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം എന്താണ്? റൗലറ്റ് ആക്ട് അല്ലെങ്കിൽ റൗലറ്റ് നിയമമാണ്. നെക്സ്റ്റ്, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആരാണ്? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ സംഘടനയുമായി ബന്ധമില്ലാത്തത് ആരാണ്? ചന്ദ്രശേഖർ ആസാദ് ഉണ്ട്, ഭഗത് സിംഗ് ഉണ്ട്, രാജ്ഗുരു ഉണ്ട്, ഉദ്ധം സിംഗ് ഉണ്ട്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷനുമായി ബന്ധമില്ലാത്തത് ആരാണ്? ഉദ്ധം സിംഗിനാണ് ബന്ധമില്ലാത്തത്. ഓപ്ഷൻ ഡി, ഉദ്ധം സിംഗ് ആണ് ആൻസർ. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നതിന് ചർച്ച ചെയ്തതിനു വേണ്ടി വിളിച്ചു ചേർത്താണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ആൻസർ എന്താണ്? അംബേദ്കറാണ് അല്ലേ? ഡോക്ടർ BR അംബേദ്കർ ആണ് എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും 3 ഉണ്ടായിരുന്നു. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തത് ആർക്കാണ്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തത് ആർക്കാണ്? ഇതിൽ ആൻസർ ഇല്ല. ഡോക്ടർ BR അംബേദ്കറിനെ നമുക്കറിയാം അല്ലേ? ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. പിന്നെ സച്ചിദാനന്ദ സിൻഹ എന്താണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. പിന്നെ S രാധാകൃഷ്ണൻ എന്തായിരുന്നു? രണ്ടാമത്തെ രാഷ്ട്രപതി, സെക്കൻഡ് രാഷ്ട്രപതിയായിരുന്നു അല്ലേ? അദ്ദേഹം സെക്കൻഡ് രാഷ്ട്രപതിയായിരുന്നു. പിന്നെ ജവഹർലാൽ നെഹ്റുവിനെ അറിയാം അല്ലേ? എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പിയാണ്. കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും ഒരെണ്ണം വെച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ പറയാം. അപ്പോൾ അംബേദ്കർ ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവെന്ന് പറയുന്നുണ്ട്. സിൻഹ ആരാണ്? നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാണ്. രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോൾ സെക്കൻഡ് രാഷ്ട്രപതി. ജവഹർലാൽ നെഹ്റു പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ആമുഖത്തിൻ്റെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖ ശില്പി എന്ന് പറയാം. കുറേ ഫാക്ടേഴ്സ് നമുക്ക് പഠിച്ചു വെച്ചേക്കണം. നെക്സ്റ്റ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശങ്ങൾ പെടുന്നവ ഏതെല്ലാം? ഇതിൽ ആൻസർ ഇല്ല. മൗലിക അവകാശങ്ങൾ പറയുമ്പോൾ ഏതൊക്കെയാണ് വരിക? ഒന്ന് സമത്വത്തിനുള്ള അവകാശം, ഏകദേശം 14/18 അതിൻ്റെ ഓർഡർ വരുന്നത് അല്ലേ? നെക്സ്റ്റ് വൺ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19/22. അടുത്തത് ചൂഷണത്തിനെതിരായ അവകാശമുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് മതപരമായ അവകാശമുണ്ട്. അടുത്തത് എന്താണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശമുണ്ട്. ഒരെണ്ണം കൂടി എന്താണ്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അങ്ങനെ 6 ഉണ്ട് മൗലിക അവകാശങ്ങൾ അല്ലേ? നമ്മളിത് വായിക്കുമ്പോൾ 6 ഉണ്ട് ഇവിടെങ്കിലും ഈ 6 ഉൾപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി വായിക്കാം. മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? 1, സമത്വത്തിനുള്ള അവകാശം. നെക്സ്റ്റ് എന്താണ്? സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശമുണ്ട്. അടുത്തത് എന്താണ്? ചൂഷണത്തിൻ്റെ അവകാശം. നെക്സ്റ്റ് മതസ്വാതന്ത്ര്യത്തിൻ്റെ അവകാശമുണ്ട്. അടുത്തതോ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമുണ്ട്. അടുത്തതോ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് എന്ത് വരുന്നത്? അടുത്ത 6ാമത്തെ വരുന്നത്. അത് 32ാമത്തെ ആർട്ടിക്കിളാണ് വരും അല്ലേ? അപ്പോൾ അങ്ങനെ 6 മൗലികാവകാശങ്ങൾ ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിർദ്ദേശ തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏതാണ്? ആൻസർ, കോടതി സമീപിക്കാൻ വേണ്ടി പറ്റില്ല. നെക്സ്റ്റ്,
ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ആൻസർ ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അടുത്തത്, പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്താണ്? പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്താണ്? നിയമനിർമ്മാണം. പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്താണ്? നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല. അടുത്തത്, തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരു ബന്ധമില്ലാത്ത കാര്യം ഏതൊക്കെയാണ്? ഇതിൽ ഒരെണ്ണമുള്ളത് 1903 മെയ് 15 എന്ത് പറയുക, SNDP സ്ഥാപിക്കുന്നത്. അത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഒരു ഫാക്റ്റ് പഠിച്ചു, ഇതിൻ്റെ ആൻസർ ഇല്ലാത്തതാണ്. അപ്പോൾ ഒരു ഫാക്റ്റ് പഠിച്ചു വെച്ചേക്കുക. 1903 മെയ് 15 SNDP എന്ന പ്രസ്ഥാനം രൂപീകരിക്കുന്നത് അദ്ദേഹം. ആര്യ ശ്രീനാരായണ ഗുരു രൂപീകരിക്കുക അല്ലേ. അത് കൊല്ലത്താണ് അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത്, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായിരുന്ന മലയാളി ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണ്? മലയാളി ആരായിരുന്നു? ക്യാപ്റ്റൻ ലക്ഷ്മി. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായിരുന്ന മലയാളി ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? ഏത് വ്യക്തിയാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കലാമണ്ഡലം ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കലാമണ്ഡലം വള്ളത്തോൾ നാരായണ മേനോൻ. ഇനി സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ ആരാണ്? സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് സമപന്തി ഭോജനം നടത്തിയ മഹാൻ അല്ലേ. സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. ഇവിടെ പന്തി ഭോജനം എന്ന് പറയുമ്പോൾ നടത്തിയതാരാണ്? പന്തി ഭോജനം നടത്തിയവരാണ് തൈക്കാട് അയ്യയാണ്. പന്തി ഭോജനം തൈക്കാട് അയ്യയാണ്. സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികളാണ്. അതുപോലെ മിശ്ര ഭോജനം ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അതുപോലെ വേറൊരെണ്ണമുണ്ട്, പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ. ഒന്നുകൂടെ പറയാം. പന്തി ഭോജനം തൈക്കാടയ്യാണ്, മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പനാണ്, പ്രീതി ഭോജനം വാഗ്ഭടാനന്ദനാണ്. ഇവിടെ നമുക്ക് സമപന്തി ഭോജനം ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ. നെക്സ്റ്റ്, സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? വക്കം അബ്ദുൾ ഖാദർ മൗലവി. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് ആരംഭിച്ചത്. നെക്സ്റ്റ്, ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ആൻസർ എന്താണത്? ബ്രസീലാണ്. ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റ് തൊട്ട് മുൻപ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡൻ്റായിരുന്നു. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റ് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു എന്ന ചോദ്യം. ആൻസർ റെനിൽ വിക്രം സിൻഹയാണ്. നെക്സ്റ്റ്, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അതിൻ്റെ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണത്? ആൻസർ വി പി മേനോനാണ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ വി പി മേനോൻ. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ വി പി മേനോൻ. നെക്സ്റ്റ് വരുന്നത്,
ചേരുംപടി ചേർക്കുക. എ ഈസ് ദി ആൻസർ. നമുക്ക് നോക്കാം. ഭിലായ്, അതായത് ഇരുമ്പുരുക്ക് ശാലകളും സഹായം നൽകിയ രാഷ്ട്രങ്ങളുമൊക്കെയാണ്. ഇരുമ്പുരുക്ക് ശാലകൾ സഹായം നൽകിയ രാഷ്ട്രങ്ങളാണ്. ഭിലായ് എന്ന് പറയുമ്പോൾ എന്താ? ഭിലായ് സോവിയറ്റ് യൂണിയൻ. ഭിലായ് വരുന്നത് സോവിയറ്റ് യൂണിയൻ. ബൊക്കാറോ സോവിയറ്റ് യൂണിയനാണ്. ബൊക്കാറോ. റൂർക്കല ജർമ്മനി. ദുർഗാപൂർ ബ്രിട്ടൻ, അല്ലേ? റൂർക്കല എപ്പോഴുള്ള ക്വസ്റ്റ്യൻസാണ്. റൂർക്കല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ, ഭിലായ് ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ. ഭിലായ് ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, റൂർക്കല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം. 1979 രൂപീകരിച്ച സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്, സെൻറ്റർ ഫോർ കൾച്ചറൽ ആൻഡ് റിസോഴ്സ് സെൻറ്റർ, അല്ലേ? സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. 1979 വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 1979 പരിപാടിയാണ്, അല്ലേ? എന്താണത്? സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. അടുത്തത്. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ഏതാണ്? പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ഏതാണ്? ഏത് വർഷമാണത്? 1986. ഒന്നുകൂടി നോക്കാമെന്ന്. 1986 പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക ലക്ഷ്യത്തോടുകൂടി ഉണ്ടാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം എന്താണ്? 1986. എന്നാണത് വന്നത്? 1986. ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ഏതാണ്? 1986. നെക്സ്റ്റ്. രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? രാഷ്ട്ര പുരോഗതി അടിസ്ഥാനമാക്കിയിട്ട് 10+2+3 മാതൃക അത് കൊണ്ടുവന്ന കമ്മീഷൻ ഏതാണ്? 10+2+3 കൊണ്ടുവന്ന കമ്മീഷൻ ഏത് കമ്മീഷനാണ് അത് കൊണ്ടുവന്നത്? ഏത് കമ്മീഷനാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. 10+2+3, അല്ലേ? 10-2-3 ആ മാതൃകയിൽ കൊണ്ടുവന്ന വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷനാണ് 10+2+3 എന്ന സംഭവം കൊണ്ടുവരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോക ഫുട്ബോൾ ദിനം എന്നാണ് മെയ് 25. ലോക ഫുട്ബോൾ ദിനം മെയ് 25. നെക്സ്റ്റ്. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ്. ONV സാഹിത്യ പുരസ്കാര ജേതാവ് ഏതാണ്? പ്രതിഭ റായിയാണ് 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ്. അടുത്തത്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബിയും ഡിയും എന്താണ്? തെറ്റ് ഓപ്ഷൻസാണ്. ബിയും ഡിയും എന്താണ്? തെറ്റ് ഓപ്ഷൻസാണ്. ബി ആൻഡ് ഡി നമുക്ക് ആവശ്യമില്ല ഇപ്പോൾ പഠിക്കാൻ. അപ്പോൾ ആൻസർ നമുക്ക് ഓപ്ഷൻ ഡി ആണ്. തെറ്റെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഭൂമിശാസ്ത്രത്തെ കൊണ്ട് പഠിക്കാൻ പറ്റും? അക്ഷാംശം 8 ഡിഗ്രി എന്നല്ലേ 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണുള്ളത്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിനകത്ത് അതിൻ്റെ അക്ഷാംശം, ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര അക്ഷാംശം എന്ന് പറയുമ്പോഴത്ത് 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ 37 ഡിഗ്രി 6 വടക്ക് 8 ഡിഗ്രി 4 വടക്ക് 37 ഡിഗ്രി 6 വടക്ക് വരെ കിടക്കുന്നു അക്ഷാംശം. രേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് വരെ, അല്ലേ? കിഴക്ക് വരെ, അത് കിഴക്കാണ്. രേഖാംശം കിഴക്ക്. ഓക്കെ. 68 7 97 25. മറ്റത് 8 4 37 6. രേഖാംശം 68 7 97 25 കിഴക്ക് വരെ വ്യാപിച്ചെടുക്കുന്നത്. ഇങ്ങനെ ശാസ്ത്രത്തിൻ്റെ ആ ഫസ്റ്റ് പേജിൻ്റെ റാങ്ക് ഫയലിലൊക്കെ ഫസ്റ്റ് വരുന്ന പേജ് വായിച്ച് പഠിക്കാം. നെക്സ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? ലോകത്തിലെയാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ തെറ്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഡിലീറ്റ് ക്വസ്റ്റ്യൻസ് ആണിത്. അത് നമുക്ക് ഇതാണ് ഇവിടെ
പറയുന്ന ഭൂമിശാസ്ത്ര വിവരങ്ങളെ പറ്റി പഠിക്കുമ്പോൾ നമുക്കതിൻ്റെ അതും കൂടി ആ നെക്സ്റ്റ് പേജിൽ വായിച്ച് ചേർത്ത് പോകണം. നെക്സ്റ്റ്, ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക. ഇന്ത്യയുടെ ഭൂപ്രകൃതി മൊത്തം ജോഗ്രഫിയാണ് അടുപ്പിച്ച് വന്നേക്കുന്നില്ലേ. ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാൻ എന്ന് പറയുമ്പോൾ അതിൽ ചേരാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഇതാ വരിക, നമുക്ക് ഹിമാലയമാണ് അതിൽ വരിക. ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, തിരസമതലങ്ങളും ദ്വീപുകളും ഒക്കെ എന്താണ് ഇതിൻ്റെ കൂടെ ഇതും കൂടെ ചേർന്ന് പോകുന്ന കാര്യങ്ങൾ അല്ലേ. ഹിമാലയോട് വേറിട്ട് നിൽക്കുന്നു. നെക്സ്റ്റ് വരുന്നത്, ഇന്ത്യയിൽ കേരളത്തിൽ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി ഏതാണ്? കേരളത്തിൻ്റെ ഭൂപ്രകൃതി നെക്സ്റ്റ് കേരളം വന്നേക്കുന്നില്ലേ. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം കഴിഞ്ഞപ്പോൾ അവർ കേരളമാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നോക്കുക, കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി ഏതൊക്കെയാണ് ശരിയായ ഓപ്ഷൻസ് അല്ലേ. നമുക്കിതെല്ലാം ശരിയായ ഓപ്ഷൻസാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എല്ലാം എന്നിട്ട് പറയുമ്പോൾ അക്ഷാംശം 8 ഡിഗ്രി 18 മിനിറ്റ് മുതൽ വടക്ക് മുതൽ 12:48 വടക്ക് വരെയാണ് കിടക്കുക. അക്ഷാംശം 8:18 വടക്ക് ടു 12:48 വടക്കാണ്. പിന്നെ രേഖാംശം 74:52 ഡിഗ്രി കിഴക്ക് മുതൽ 77:22 മിനിറ്റ് കിഴക്ക് വരെയാണ് അത് കിടക്കുക. അപ്പോൾ 8:18 ടു 12:48 വടക്ക്, 74:52 കിഴക്ക് ടു 78:22 കിഴക്ക്, അങ്ങനെ പഠിക്കണം. 74:77 52:22 അതൊന്ന് ടെക്നിക്കലി പഠിച്ചു വെക്കണം. ഇനി ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാം. അത് 3 ഫാക്റ്റ്. നെക്സ്റ്റ്, സൂചനകളിൽ നിന്നും പ്രദേശത്തെ തിരിച്ചറിയാൻ പറ്റും. ഒന്നാമത്തെ എന്താണ്? പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത. പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തിനെയും ബന്ധിപ്പിക്കുന്ന മലമ്പാത ഏതാണ്? പിന്നെ ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. എന്തിനാണ്? ആ സാധനം എന്തായാലും താഴെ കൊടുത്തിട്ടുണ്ടത്. ഇനിയും ഇതിൽ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. അപ്പോൾ ഈ 3 ഫാക്റ്റും വരുന്നത് എന്തൊക്കെയാണ്? തൃശ്ശൂർ കാഞ്ഞങ്ങാടാണ്, പാലക്കാട് ചുരമാണ്, എറണാകുളം തിരുവനന്തപുരമാണ്, തീരസമതലമാണ്. പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തിൽ യോജിപ്പിക്കുന്ന മലമ്പാത ഏതാണ്? ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിലേറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. ഇനി ആൻസർ എന്താണ്? നമുക്ക് ആൻസർ പാലക്കാട് ചുരമാണ്. പശ്ചിമഘട്ടം എന്നൊക്കെ പറയുമ്പോൾ ഓർത്തു വെക്കാം. അടുത്തത്, കേരളത്തിലെ നദികളെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക. ഇവിടെ കല്ലടയാറ്, ചാലിയാറ്, പമ്പ, കടലുണ്ടി, ഭാരതപ്പുഴയുണ്ട്. ഇതിൽ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം, ഏറ്റവും നീളം കൂടിയത് ആദ്യം രീതിയിൽ വേണം നമുക്ക് അടുക്കി പെറുക്കാൻ. അപ്പോൾ അത് ഓപ്ഷൻ ഡി തന്നെ ആയിരിക്കും വരിക അല്ലേ. നമ്മൾ ഭാരതപ്പുഴ കാണുമ്പോൾ നമ്മൾ പക്ഷേ ഇവിടെ വീണ്ടും എയും ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഭാരതപ്പുഴ, പമ്പ അടുത്തത് അല്ലേ കുറഞ്ഞു വരുന്നത്. ദെൻ ചാലിയാർ നമുക്കറിയാം, കടലുണ്ടി, കല്ലടയാർ അല്ലേ. ഭാരതപ്പുഴ നമ്മൾ പമ്പയും ചാലിയാർ നാലാമത്താണ് നമുക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ബാക്കി കടലുണ്ടിയും കല്ലടയാറാണ് നമുക്ക് ഏകദേശം ഒന്ന് സംശയം വരിക. എന്നാലും നമുക്കത് കിട്ടും. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് കിട്ടുമ്പോൾ അല്ലേ ഇത് രണ്ടും ഏകദേശം വരിക. അപ്പം ഇത് നമുക്ക് അറിയാൻ പറ്റും. ഇതിനേക്കാൾ എന്തായാലും ഇതല്ലേ വലുത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇത് തന്നെ ആൻസർ എത്തും നമ്മളങ്ങനെ. ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാറാണ് നമുക്ക് ആൻസർ വരിക. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വരുന്നത്, കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക. നദികളിൽ ഉൾപ്പെടാത്തവ ആരാണ്? അത് നെയ്യാറാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ ദേശീയ ജലപാത അല്ലേ. കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? കേരളത്തിലെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഏതാണത്? NW3. കേരളത്തിൻ്റെ വൈദ്യുത പദ്ധതികൾ ജില്ലകൾ ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാൻ ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആരാണ്? സിയാൽ പദ്ധതി എറണാകുളം അല്ലേ. എറണാകുളം നമുക്ക് ഇതായിരുന്നു നെടുമ്പാശ്ശേരി അല്ലേ, അവിടുത്തെ വെച്ചേക്കുന്ന സിയാൽ പദ്ധതി. നെക്സ്റ്റ്, കേരളത്തിൽ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ഒന്ന് സ്പീഡിൽ പോകാം. മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാനാണ്. താഴെ കൊടുത്ത സൂചനകളിൽ നിന്നും കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. അതിൽ പശ്ചിമഘട്ടത്തിലെ മഴനില പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ്
വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണ, നക്ഷത്ര മത്സ്യവും കാണപ്പെടുന്നില്ല, നക്ഷത്ര ആമ കാണപ്പെടുന്നു. അപ്പോൾ അതേതാണ്? മഴനിഴൽ പ്രദേശമാണ്. ചാമ്പൽ മലയണ്ണാനും ഒക്കെ കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? ഏതാണത്? ചിന്നാർ വന്യജീവി സങ്കേതം. ചാമ്പൽ മലയണ്ണാൻ മഴനിഴൽ പ്രദേശം ചിന്നാറാണ്. നെക്സ്റ്റ്, ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? വാർഡ് മെമ്പറാണ്. ഗ്രാമസഭയുടെ കൺവീനർ വാർഡ് മെമ്പറാണ്. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ? പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിൽ. നെക്സ്റ്റ്, കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ്. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടൽ ഏതാണ്? ആൻസർ കതിർ ആപ്പ്. കതിർ ആപ്പ്. കർഷകർ നെൽക്കതിർ നോർത്തിട്ട് കതിർ ആപ്പാണ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാണ്? കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാണ്? കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ് ആണ്. രാജീവ് രഞ്ജൻ സിംഗ് ആണ്. നെക്സ്റ്റ്, പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം. നീരജ് ചോപ്ര ജാവലിൻ ത്രോ അത് എറിഞ്ഞ ദൂരം എത്രയാണ്? ആൻസർ 89.45 മീറ്റർ. 89.45 മീറ്ററാണ്. യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക 22 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം. മാനവ വികസന സൂചിക 22 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 134. 22 പ്രകാരം 134. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം ഏതാണ്? ബുധനാണ്. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ബുധൻ ആണ്. മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീനഫലമായി രൂപം കൊണ്ട സംഗീതശൈലി. മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീനഫലമായി രൂപം കൊണ്ട സംഗീതശൈലി ഏതാണ്? ഹിന്ദുസ്ഥാനി സംഗീതം. മുഗൾ കാലഘട്ടത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയതാരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് എന്നാണ്? ഇന്ത്യയുടെ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് എന്നാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് സാമ്പത്തിക വർഷം, അല്ലേ? 1-31 മാർച്ച് 31. നെക്സ്റ്റ്, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ആരുടെയാണ്? നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ആരുടെ ആണ്? ആൻസർ ഗാന്ധിജി. ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം ആരാണ്? ഇതിഹാസം ആരാണ്? മുത്തയ്യ മുരളീധരൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ഏതാണ്? മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം, അല്ലേ? സിനിമ ഏതായിരുന്നു? സിനിമ ഏതാണ്? 800 മുത്തയ്യ മുരളീധരൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ളത് 800 പ്രാവശ്യം എഴുതുക, അല്ലേ? 800 പ്രാവശ്യം, 800. അടുത്തത് വരുന്നത് ലോകാധ്യാപക ദിനം എന്നാണ്. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര റോബോട്ട് ഏതാണ്? ഇന്ദ്രയാണ്. സൗരോർജ്ജ വിനോദസഞ്ചാര റോബോട്ട് ഇന്ദ്രയാണ്. ആദ്യത്തെയാണ് സൗരോർജ്ജ വിനോദസഞ്ചാര റോബോട്ടാണ്. റോബോട്ടല്ല, ബോട്ട്. വിനോദസഞ്ചാര ബോട്ടാണ്. വിനോദസഞ്ചാരമാണ് ഇന്ദ്ര. നെക്സ്റ്റ്, 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം. G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതായിരുന്നു? ബ്രസീൽ. ഈ പ്രസ്താവന നോക്കിയിട്ട് ശരിയായ ഉത്തരം എഴുതുക. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴൽ ശ്വാസകോശ ധമനി, പിന്നെ ശ്വാസകോശ സിര, ശ്വാസകോശ ധമനി. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ ഉത്തരം എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ശരിയായ ഉത്തരങ്ങൾ ഓപ്ഷൻ ഡി ആണ്. ബിയും സിയും ശരി. നോക്കാം. നെക്സ്റ്റ്, ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴൽ അത് ശ്വാസകോശ സിരയാണ്. ശുദ്ധരക്തം വഹിക്കുന്ന ശ്വാസകോശ സിര. ദെൻ ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴൽ ശ്വാസകോശ ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി, അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഓർത്തിരുന്ന ഈ ശ്വാസകോശ ബന്ധപ്പെട്ട സിര എന്ന് പറയുമ്പോൾ അവിടെ ശുദ്ധരക്തമായിരിക്കും. നമ്മൾ പഠിച്ചേക്കുന്ന സിരയും സിര എന്ന് പറയുമ്പോൾ ശുദ്ധരക്തം വഹിക്കുന്നവ, ധമനി ശുദ്ധരക്തം എന്ന് സാധാരണ പഠിക്കുന്നത്. എന്നാൽ ഇവിടെ ശ്വാസകോശ സിര എന്ന് പറയുമ്പോൾ അത് ഓർത്താൽ മതി.
ചോദിച്ചേക്കുന്നത്, അതിന് തെറ്റിക്കാൻ വേണ്ടി ചോദിച്ചേക്കുന്നത്. ശ്വാസകോശ സ്ഥിര എന്താണ്? ശുദ്ധരക്തം വഹിച്ചുകൊണ്ട് പോകും അല്ലേ. ധമനി എന്ന് പറയുമ്പോൾ ശ്വാസകോശ ധമനി എന്താണ്? ശുദ്ധരക്തം വഹിച്ചുകൊണ്ട് പോകുമെന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. കൊഴുപ്പിൽ ലയിക്കുന്ന ഏതൊക്കെയാണ്? അഡക്കെന്ന് പറയും അല്ലേ, പഠിച്ചിട്ടുള്ള അഡക്കെന്നല്ലേ, ഏതാ പറയുക? ഇവിടെ എയും ഡിയും, അഡക്കെന്ന് പറയും എയും ഡിയും ഇ കെ, അതാണ് പറയുക കൊഴുപ്പിലേക്ക്. ഇവിടെ ഏതൊക്കെയുണ്ട്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എയും ഡിയും, വിറ്റാമിൻ എയും വിറ്റാമിൻ ഡിയും അല്ലേ. ഈ ബിയും സി എന്താണ്? ജലത്തിൽ ലയിക്കുന്നവയാണ് കേട്ടോ, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് താഴെ പറയുന്നതിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളക് ഏതാണ്? മെച്ചപ്പെട്ട ഇനം പച്ചമുളക് എന്ന് പറയുമ്പോൾ ഏതാണ്? ജ്വാലാമഹി. ഓക്കെ. ഫിറമോൺ ഉദാഹരണം താഴെ കൊടുത്തിട്ടുള്ളതിൽ ഫിറമോൺ എന്ന് വെച്ചാൽ മണം പിടിച്ച് പുറകെ പോയില്ലേ, അതാണ്. പട്ടികളുടെ കാര്യത്തിൽ വരുന്ന സംഭവം അത് തന്നെയാണ്. ഫിറമോൺ ശരിക്കും പട്ടികളുടെ കാര്യത്തിൽ അതല്ല, അല്ലാതെ ഇണ ചേരുന്നതിന് വേണ്ടി സ്മെല്ലടിക്കുക, അങ്ങനെ അട്രാക്ഷൻ, അതൊക്കെയാണ് ഫിറമോൺസ്. തേനീച്ചയുടെ സംഭവങ്ങൾ, മറ്റേ കസ്തൂരിമാൻ്റെ സംഭവം, അതൊക്കെ ആ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫിറമോൺസ് ആണ്. അപ്പോൾ ഇവൻ മനുഷ്യരിലും ഉണ്ടത്. അപ്പോൾ താഴെ പറയുന്നവയിൽ ഫിറമോൺ ഉദാഹരണം ഏതൊക്കെയാണ്? ഒരെണ്ണം ഇവിടെ 56 ആൻസർ ഓപ്ഷൻ ബി ബോംബിക്കോൾ ആണെന്ന്. ബോംബിക്കോളാണ് ഫിറമോൺ. നെക്സ്റ്റ് താഴെ പറയുന്ന ജീവജാലങ്ങളുടെ എക്സിറ്റു സംരക്ഷണത്തിന്, എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏതാണ്? എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണം ഏതാണ്? ആൻസർ ബൊട്ടാണിക്കൽ ഗാർഡനാണ് എക്സിറ്റു കൺസർവേഷൻ. 23 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയിട്ടാണ്? ആൻസർ എന്താണ്? കോവിഡ്-19. നെക്സ്റ്റ് നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? വൈറസ്. നിപ്പ നമുക്കറിയാം. നെക്സ്റ്റ് തവളപ്രകാശം എൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം എന്താണ്? പ്രകീർണനം. നെക്സ്റ്റ് ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏത് ആസിഡാണത്? ഉറുമ്പ് കടിക്കുമ്പോൾ ഏത് ആസിഡാണ് അവരങ്ങോട്ട് കുത്തിവെക്കുക? ആൻസർ ഫോമിക് ആസിഡ്. നെക്സ്റ്റ് തവം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏതാണ്? പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏതാണ്? ആൻസർ വിസരണം. നെക്സ്റ്റ് വരുന്നത് ചാലനം, സംവഹനം, വികിരണമൊക്കെ താപം ഒരു സ്ഥലത്തുനിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പ്രേഷണം ചെയ്യപ്പെടുന്ന ഉദാഹരണങ്ങളാണ്. ഇനി തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം, പിച്ചള എന്ന് പറഞ്ഞാൽ എന്താണ്? സിങ്ക്. എൻ്റെ ഘടകം സിങ്കാണ്. പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണം ഏതാണ്? പണ്ട് മരുഭൂമികളിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണം ഏതാണ്? ഇതിനകത്ത് വേട്ടക്കാരനൊക്കെ പറയുന്നുണ്ട്, പക്ഷേങ്കിൽ അത് കറക്റ്റ് അല്ലെന്നുള്ളതാണ് ഫൈനൽ ആൻസർക്ക് വന്നേക്കുന്നത്. നെക്സ്റ്റ് മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ലാവോസിയ. കെമിസ്ട്രി പോർഷനാണ് ലാവോസിയ. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ചതാരാണ്? ലാവോസിയ. ഇതിൻ്റെ ആൻസർ അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ 64ൻ്റെ ആൻസർ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏതാണ്? ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏതാണ്? ചന്ദ്രയാൻ 3. ദക്ഷിണധ്രുവം ഒന്നുകൂടി ഇപ്പോൾ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ചേരുംപടി ചേർത്ത് ശരിയായത് പൂരിപ്പിക്കുക. ക്ഷയം, എലിപ്പനി, ഡെങ്കിപ്പനി, മലമ്പനി ഉണ്ട്. ഏതൊക്കെയാണ് അതിൻ്റെ രോഗാണുക്കൾ അല്ലേ പരത്തുന്നത് ആരൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം അല്ലേ, എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമായതല്ലേ. ക്ഷയം അറിയാം. ക്ഷയം എന്ന് പറയുമ്പോൾ എന്താണ്? ക്ഷയം മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്, TB ആണ്. ക്ഷയം TB ആണ്. മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ് അതിൻ്റെ രോഗാണു. എലിപ്പനി എന്ന് പറയുമ്പോൾ എന്താണത്? ലെപ്റ്റോസ്പൈറയാണ്. ഡെങ്കിപ്പനി എന്താണ്? വൈറസ്. വൈറസ്. പ്ലാസ്മോഡിയം അല്ലേ. മലമ്പനി പ്ലാസ്മോഡിയം വൈവാക്സ്. ക്ഷയം TBയുടെ ക്ഷയം TB നമുക്കറിയാം. അപ്പോൾ മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ് എൻ്റെ
വാഹകർ എന്ന് പറയുക. എലിപ്പനി എപ്പോഴും ചോദിക്കും, ലെപ്റ്റോസ്പൈറാന്ന് പഠിച്ചു വെച്ചേക്കുക. മലമ്പനിയുണ്ട്, പ്ലാസ്മോഡിയം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മന്തിരോഗം പരത്തുന്ന കൊതുക് ഏതാണ്? മന്തിരോഗം പരത്തുന്ന കൊതുക് ഏതാണ്? ക്യൂലെക്സ് അല്ലേ? ക്യൂലെക്സ് പെൺകൊതുകുകൾ എന്നാണ് പറയുക. ക്യൂലെക്സ് മന്തിരോഗം പരത്തുന്ന കൊതുക്, അതാണ് ക്യൂലെക്സ് കൊതുകുകൾ. ക്യൂലെക്സ് പെൺകൊതുകുകൾ കൂടി പഠിക്കണം. നെക്സ്റ്റ് തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം, വായുവിൽ കൂടി പകരുന്ന രോഗം ഏതൊക്കെയാണ്? ഏതാണത്? മീസിൽസ് ആണ്. മീസിൽസ് വായുവിൽ കൂടി പകരും അല്ലേ? കോളറ, വെള്ളം, ടൈഫോയിഡ്, ഇതൊക്കെ വെള്ളം വഴി പകരാറുണ്ട്. അപ്പോൾ മീസിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അഞ്ചാമ്പനി പോലുള്ള സംഭവം ഇല്ല, അത് വൈറസ് പോലെ എല്ലാവർക്കും സ്പ്രെഡ് വായുവിൽ കൂടി പകരാം. വായുവിൽ കൂടിയും പകരാം. അങ്ങനെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം, ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? ഇരുമ്പാണ്. അറിയാം, Hb2 ഇരുമ്പാണ്. ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? എഡ്വേർഡ് ജെന്നർ. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം, BP രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? സിഗ്മോ മാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം. ഇപ്പോൾ പിന്നെന്താണ്, ചെറിയ ഇത്രയുള്ള എന്താ പറയുക ഉപകരണങ്ങളുമുണ്ട്. പണ്ട് ഇതേപോലെ ഇത്രയും വലുതല്ലേ വരിക അല്ലേ, ഇങ്ങനെ ഇരിക്കുന്ന വലുത്. ഇപ്പോൾ ഇത്രയുള്ള സാധനം വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു കണക്റ്റഡ് വയറുമുണ്ട്, അറിയും. അപ്പോൾ ഉപകരണം എടുത്തിയ സിഗ്മോ മാനോമീറ്റർ ആണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ നമുക്ക് നോക്കാം. B ആണ്, അത് മാത്രം നോക്കാം. 2ഉം 3ഉം. അതായത് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. പിന്നെയുള്ളത് അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി അല്ലേ, തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. ഓക്കെ, അടുത്തത് എംഫീസിമ രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശം. കേരളത്തിലെ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏതാണ്? ഇത് ഫാക്റ്റാണ്. മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യം. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് സിംഗ് ആണ്. 2024 അതിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? അടുത്തത് 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം 70 ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം ഏതാണ്? ആൻസർ ആട്ടമാണ്. ദേശീയമാണ് ആട്ടം. അമീബിക് മസ്തിഷ്കജ്വരത്തിന് കാരണമായ രോഗമാണോ ഇവൻ ശരീരത്തിൽ എത്തുന്നത്? ഏതിലൂടെയാണ്? അമീബിക് മസ്തിഷ്കജ്വരം അതിന് കാരണമായ രോഗമാണോ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത്? ഏതിലൂടെ ആണ്? മലിനമായ ജലത്തിലൂടെയാണ് വരിക. അമീബിക്ക് ഇഴഞ്ഞിഴഞ്ഞിന് വരാം. അമീബിക്ക് മലിനജലത്തിലൂടെ അതിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് വരുന്ന ഓർത്താൽ മതി. നെക്സ്റ്റ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? S സോമനാഥാണ്. അതൊന്ന് നോക്കി വെക്കുക. നെക്സ്റ്റ്, 7 × 8 / 2 × 14 + 3 സ്ക്വയർ. ആൻസർ ചെയ്ത് നോക്കണം. 7² × 2 / 2 × 7 ചെയ്ത് നോക്കുക. 83 എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ B ആണ് കൊടുത്തേക്കുന്നത്. നമുക്കത് അല്ലേ 1/2 2/3 3/4 1/5 ആരോഹണ ക്രമത്തിൽ എഴുതി എന്തായിരിക്കും സംഭവിക്കുക അല്ലേ? 1/5 ആദ്യം വരുന്നു. ഓക്കെ, ഇനി ഒരു കുടുംബത്തിൽ 5 പേർ ശരാശരി ഉയരം 160 സെൻറ്റിമീറ്റർ ആണ്. അതിൽ 4 പേരുടെ LGSൻ്റെ ടൈപ്പാണ്. LGS ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അപ്പോൾ നമുക്ക് 10th ലെവൽ വരുമ്പോഴത്തേക്കിന് മെയിൻസിനൊക്കെ ഇച്ചിരി കട്ടിക്കുള്ള ക്വസ്റ്റ്യൻസാണ് വരിക. 84 എന്ന് പറയുമ്പോൾ ആൻസർ ഓപ്ഷൻ C ആണ്. ദെൻ 85ൻ്റെ ആൻസർ നമുക്ക് സമയമുള്ളവർ ചെയ്ത് നോക്കുക. ഓക്കെ, 85C. ഒരു വിമാനം അരമണിക്കൂർ സമയം കൊണ്ട് 150 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. വിമാനത്തിൻ്റെ വേഗത എത്രയാണ്? ആൻസർ ഓപ്ഷൻ D നോക്കാം. ഇത് വേണേൽ സിമ്പിളായി ഇങ്ങനെയും ചോദിക്കാം അല്ലേ?
1600 രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു 12% നഷ്ടത്തിൽ വിറ്റു എങ്കിൽ വിറ്റ വില എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 1504. 55, 80, 100 സംഖ്യയുടെ ഉസാഖ എത്രയാണ്? 5 ആണ്. കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ് ഇതിനകത്ത്? നെക്സ്റ്റ് 1, 3, 6 ഇതിൻ്റെ ആൻസർ ഇല്ല, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും കേട്ടോ. 1, 3, 6 എന്നിങ്ങനെ തുടങ്ങുന്ന ശ്രേണിയുടെ അടുത്ത പദം ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ എ ആണ്, 10 ആണ്. 2n+1 32 ആയാൽ n എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതൊക്കെ നമുക്ക് നന്നായി ചെയ്ത് നോക്കണം. 4 അല്ലേ, n+1 32 അത് വെച്ച് ചെയ്യണം. ഒരു കന്നുകാലി ചന്തയിൽ കുറേ പശുക്കളും മനുഷ്യരും ഉണ്ട്. ആ കാലുകൾ 70ഉം അകത്തലകൾ 30ഉമാണ്. മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 20. 0.05² 1/10 ഈക്വൽ ടു എത്രയാണ്? 0.05³ ആണ്. 1248 സംഖ്യാസിലെ അടുത്ത പദം എന്താണ്? ഓപ്ഷൻ സി. നിങ്ങൾ ചോദിക്കുക എന്തിനാണ് ക്വസ്റ്റ്യൻ വെറുതെ ഇങ്ങനെ വായിക്കുന്നത്? മാത്സിൻ്റെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ക്വസ്റ്റ്യൻസ് വേണം എന്നുള്ളവർക്ക് അതും കൂടി പ്രയോജനപ്പെടും. രമയുടെയും ജയയുടെയും വയസ്സുകളുടെ അംശം 2:3 ആണ്. 5 വർഷം കഴിയുമ്പോൾ രമയ്ക്ക് 24 ആവും. ജയയുടെ വയസ്സ് എത്രയായിരിക്കും? അല്ലേ, ചെയ്ത് നോക്കുക. 96ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 97 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 98 എ കേട്ടോ, എ ആണ്. ദെൻ 98 96 ഓപ്ഷൻ സി ആണ്. 97 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ്. 98 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്തതും ഓപ്ഷൻ എ, 100 ഓപ്ഷൻ ബി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വീണ്ടും വരാം. 10th മെയിൻസ് എക്സാം ഒക്കെ വരുന്ന ദിവസം ക്വസ്റ്റ്യൻ ഒരെണ്ണം, ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കൂടി അടങ്ങിയ ക്വസ്റ്റ്യൻസ് അടുത്തത്, ഇംഗ്ലീഷും അടങ്ങിയ ക്വസ്റ്റ്യൻസ് അടുത്തത് ഇടാം. ഓക്കെ, താങ്ക് യു.